ഖലീഫ ഖലീഫ കണ്ടോ? തിരൂർ പുന്നകടത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. അതുമല്ലെങ്കിൽ മലബാർ ഏരിയയിൽ സംബന്ധിച്ചിട്ടുള്ള എയർപോർട്ട് സ്വർണ്ണക്കടത്ത് എന്നെങ്കിലും പറയേണ്ടി വരും. അപ്പോൾ ഇത് സംഗതി എന്താ പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് 2010 ബേസിക്കലുള്ള കഥയാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു മാറ്റമില്ല, വൈശാഖേട്ടനും ഒരു മാറ്റമില്ല, രാജുവേട്ടനും മാറ്റമില്ല. ഇതിൻ്റെ എഡിറ്റിംഗ് പറ്റപത എന്ന് പറഞ്ഞാൽ പറ്റപത. പിന്നെ ആകെ ഇപ്പോൾ ഇതിൻ്റെ ബീജമാണ് കുറച്ചും കൂടി അലകാണ് അകലാഗൊള്ളികളാണ്. അപ്പൊ ആ ബീജമൊക്കെ ഓക്കെ, രാജുവേട്ടൻ എൻട്രി കുഴപ്പമില്ല, ആക്ഷൻ കുഴപ്പമില്ല. പക്ഷെ മാർക്കോ ആവാൻ നോക്കിയാലും മാക്രേ ആവുള്ളൂ. രാജുവേട്ടൻ നിങ്ങൾ 2010 ഒന്ന് ഫ്ലൈറ്റ് കയറിയിട്ടെങ്കിലും ഇവിടെ എത്ത്, പൈസ അല്ലേ, ഫ്ലൈറ്റ് കയറിയിട്ടെങ്കിലും നിങ്ങൾ ഈ 2026 വാ. ഈ ആ കണ്ട സിനിമ ഞാൻ വിചാരിക്കാം എനിക്കാണോ തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ ഇനിയിപ്പം കാണുന്നവർക്കാണോ തെറ്റ് പറ്റിയത് നോക്കുമ്പോൾ ഞാൻ കൂടെ ഉള്ള സിനിമ ചേട്ടാ എങ്ങനെയുണ്ട് പടം, ഇത് 2010 പടം തന്നെയാണ് ഇവരെടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ്. അൻവറത്തെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സംഗതി വയലൻസ് ചിത്രം നോക്കുകയാണെങ്കിൽ അതും ഇല്ല. വയലൻസ് അങ്ങനത്തെ ഒരു രീതിയൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു സ്വർണ്ണക്കടത്ത്, തിരൂർ പൊന്ന് സ്വർണ്ണക്കടത്ത്, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ബേസിക്കുള്ള കഥയാണ്. പിന്നെ ഗസ്റ്റ് റോൾ എന്നൊക്കെ പറയുന്നത് വെറും കോമഡി, മലങ്കൾട്ട് ഗസ്റ്റ് റോൾ എന്ന് തന്നെ പറയണ്ടേ. ലാലേട്ടൻ നമ്മൾ ക്രിസ്മസിനാണ് സാധാരണ ക്രിസ്മസ് അപ്പൂപ്പനെ അണിയിച്ചൊരുക്കുക. ഇത് ഓണത്തിന് ഓണപ്പപ്പൻ, മാവേലി എന്ന് കേട്ടിട്ടുണ്ട്, ഓണപ്പപ്പൻ. സംഗതി എന്താ പറഞ്ഞാല് ഇവര് വണ്ടി കയറിയില്ല. ലാലേട്ടൻ ഈ സെയിം സാധനം മറ്റേ എന്താ പറയാ ലൂസിഫറിലെ സെയിം സാധനം പിടിച്ചിട്ടിരിക്കുന്നത്, എമ്പുരാന്റെ സെയിം സാധനം. ഇതിപ്പോ എത്രാമത്തെ ബോംബാണ് രാജുവേട്ടങ്ങൾ കൊണ്ടുവരുന്നത്? വിലായത്ത് ബുദ്ധ് ഗുണ്ട്, എമ്പുരാൻ മലങ്കൾട്ട് ഗുണ്ട്, പിന്നെന്താ പറഞ്ഞാല് അതേപോലെ തന്നെ ഇതിപ്പം ഖലീഫ ഗുണ്ടോട് ഗുണ്ട്. അപ്പൊ ഈ ഓണത്തിന് ഞങ്ങൾ സാധാരണ വിഷുവിനാണ് പൊട്ടിക്കല്, ഇതിപ്പോ ഓണത്തിനായല്ല. രാജുവേട്ട നിങ്ങൾ മലബാർ ബേസിക്കല് ഇനിയിപ്പോ ഈ പടം ഇപ്പൊ മലബാർ ഏരിയയിലുള്ള കുറച്ച് കോഴിക്കോട് മലപ്പുറമുള്ള ആൾക്കാർ പോയി കാണും, അല്ലാതെ ഈ പടം കാണുമെന്ന് എനിക്ക് തോന്നില്ല. ഒരാഴ്ചേൻ്റെ ഉള്ളിൽ ഈ പടം വേഷ ഔട്ടാവും, ഉറപ്പാണ് വേഷ ഔട്ടാവും. ഈ പടം ഒറ്റവത ഉണ്ണിമുഖം തന്നെയൊക്കെ കണ്ടുപിടിക്കും. രാജുവേട്ട എന്താ ഡെഡിക്കേഷൻ. മാർക്കോ നമുക്ക് ഇൻസ്പിറേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും വണ്ടി കയറിയില്ല, നിങ്ങൾക്ക് സമയമായിട്ടില്ല. ഈ മോഹൻലാലിന്റെ ഗസ്റ്റ് എന്ത് ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടുവന്നാണ്, എന്താ പറയുക, ഇയാൾക്കൊന്നും വയ്യേ. പൃഥ്വിരാജ് കംബാക്ക് പറഞ്ഞിട്ട് രാജുവേട്ടൻ പോവുകയാണ്. യങ് സ്റ്റാർ എന്നുള്ള പേരിപ്പല്ലേ ബോംബ് സ്റ്റാർ രാജുവേട്ടനായി. രാജുവേട്ടാന്ന് വിളിച്ച നാളുകൊണ്ട് രായപ്പേട്ടാന്ന് വിളിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് എന്തൊക്കെയോ പണ്ട് ഒരു ഹിന്ദി സീരിയൽ പോലെയൊക്കെ ഈ സിനിമയ്ക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമയിലെ ഒരേ ഒരു വയലൻസ്, ഒരേ ഒരു ത്രില്ലിങ്ങും എൻഗേജ് ആയിട്ടുള്ള ഒരേ ഒരു പടമുള്ളൂ. അതെന്താ പറഞ്ഞാൽ മാർക്കോ. അതിനെ വെല്ലാൻ ഒരു രാജുവേട്ടൻ ഇനി പറഞ്ഞിട്ടില്ല. ഇനി അത് വെല്ലണമെങ്കിൽ ആ ഉണ്ണിമുന്തൻ തന്നെ വരണം. ഉണ്ണിമുന്തൻ്റെ 7 ആക്ഷൻ പോരാ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് വെറും രായപ്പേട്ടനായി. രാജപ്പേട്ടൻ എന്താ പറയുക, രാജുവേട്ട വിളിച്ച നാവുകൊണ്ട് നിങ്ങൾ രായപ്പേട്ടാന്ന് വിളിപ്പിച്ചില്ലേ, പറയിപ്പിച്ച്. എന്തായാലും ലാലേട്ടനും കൂടി വന്നിട്ട് ഇപ്പൊ ലാലേട്ടൻ ഗസ്റ്റ് റോൾ വന്നിട്ട് ബബ്ബപ്പ 8 നില പൊട്ടി. ദിലീപേട്ടൻ്റെ ഒരു കമ്പയൊക്കെ വിചാരിച്ചത് ഗോ ബാക്ക് ഹോമിലേക്ക്. പേട്രിയേറ്റ് കഷ്ടത്തിന് മമ്മൂക്കുള്ളതുകൊണ്ട് ഒരു ഇതിലാണ് ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ. അതുകൊണ്ട് പടതായി സേഫാണ്. ഒരു 90 CR ഒക്കെ ഓക്കെ. പക്ഷെ ലാലേട്ടന് വരും കമലഹാസനാണ് പേട്രിയേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് ഇനി. സംഗതി എന്താ പറഞ്ഞാല് ഇയാൾ വരുന്ന ഗസ്റ്റ് റോളിലൊക്കെ പറ്റപത സിനിമ പൊട്ടാണ്. ഈ സിനിമയ്ക്ക് ഏകദേശം വിജയിച്ചു പോകേണ്ടതാണ്. പൃഥ്വിരാജിനെ കുറ്റം പറയാനില്ല, മോഹൻലാലിന് കൂടി കഴിവുകളുണ്ട്. ഇതിലും വേഗം കോട്ടിട്ടിട്ട് സന്തോഷ് പണ്ഡിറ്റിനെ കൊണ്ടുവന്നിട്ട് പുള്ളി ഇതിന് നിൽക്കുക. പുള്ളിന്റെ ഉരുക്കു സതീഷ് ഇപ്പം 4K ഇട്ടാൽ ഇതിലും കളക്ഷൻ കിട്ടും. ഇതിപ്പോൾ എത്ര കളക്ഷൻ ആരും ബുക്ക് ചെയ്യുന്നില്ലല്ലോ. രാജുവേട്ടൻ എന്ത് പറ്റി? നിങ്ങൾ ലാലേട്ടന്റെ നൈസിൽ ചുളിവിൽ കമ്പാക്ക് അടിച്ചാൽ ലാലേട്ടനെ കൊണ്ടുവരുന്നവരൊക്കെ പടം മുട്ടി ഇട്ടാക്കുക. എന്തായാലും ഇനി എനിക്ക് പറയില്ല രാജുവേട്ട, നിങ്ങൾ ഇങ്ങനത്തെ മലങ്കlte പടമായിട്ടും നിങ്ങളെ ഏട്ടനെയും കൊണ്ടുവരികയാണ്. നിങ്ങൾ ജീവിതത്തിൽ സിനിമയിലേക്ക് വരണ്ട, നിങ്ങൾ ആ വഴിക്ക് തന്നെ പോയിക്കോ, അല്ല പ്രൊഡ്യൂസ് ചെയ്ത് പോയിക്കോ. എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഇതിപ്പോൾ ദിലീപേട്ടൻ ഇനിയിപ്പോൾ തിരിച്ചു വരും ഉറപ്പാണ്. ഇനിയിപ്പോൾ നാളെ ബദലഗാം യൂണിറ്റ് ഉണ്ട്, വേറെ ലെവലായിരിക്കും. നിവിൻ പോളിൻ്റെ ഒരു കമ്പാക്ക് ആയിരിക്കും. ഇതിൻ്റെ അയാം ഗെയിമിൻ്റെ കൂടെയൊക്കെ ക്ലാഷ് ആണെങ്കിൽ ഒറ്റയടിക്കിതാവും. ഈ സിനിമയ്ക്കാണ് ശരിക്കും കൊത്തരാജു എന്ന് വരുന്നുണ്ട്. ഖലീഫ കൊത്തരാജു. എന്തായാലും പടം 8 നിലയിൽ പൊട്ടിയതിൽ നമുക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. രാജുവേട്ട നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങളെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന ഏട്ടനെ ഒന്ന് മാറ്റി പിടിക്കടേ. പൃഥ്വിരാജെ വെറും ലാലേട്ടനെ മതി, മമ്മൂക്കനെ കൊണ്ട് അടിച്ചു പൊളിയാ. ഒന്നും പറയില്ല. പടം ഇനിയിപ്പോൾ 3 ദിവസം ഓണത്തിന്റെ സെലിബ്രേഷനിൽ കുറച്ച് കളക്ഷൻ കിട്ടും. ഏകദേശം 80ന്റെ മുകളിലേക്ക് കയറി എനിക്ക് തോന്നില്ല. വീട്ടിൽ ഇതിലും വേറെ ഇപ്പം മമ്മൂക്കാൻ്റെ അല്ലേ ദൈവത്തിന്റെ സ്വന്തം ഗ്ലിറ്റേഴ്സ് ഇപ്പം 4K ഇറക്കുകയാണെങ്കിൽ ഇതിലും കളക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ വലിയേട്ടനായിട്ട് ഇറക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഫാദർ ഇറക്കുകയാണെങ്കിൽ വേറെ ഒന്നും പറയില്ല. തല്ലിപ്പൊളി മലങ്കlte പടം, തല്ലിപ്പൊളി ഗസ്റ്റ് റോള്, വേറെ ഒന്നും പറയാനില്ല.